ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തിന് പിന്നാലെ ഇതൊരു സാമ്പത്തിക വിപ്ലവമാണെന്നും അന്തിമഫലം ചരിത്രപരമാകുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. പകരച്ചുങ്കവും പിന്നാലെ പ്രതികാരച്ചുങ്കവുമൊക്കെയായി വ്യാപാര യുദ്ധം ശക്തമാവുകയാണ്. 50% മുതൽ 10% വരെ പകരം തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. പകരം തീരുവ പ്രഖ്യാപിച്ചതിലൂടെ US വീണ്ടും ലോകത്തിലെ മികച്ച സാമ്പത്തിക ശക്തിയായി ഉയരുമെന്ന് ട്രംപ് പറഞ്ഞു. 185 ലോകരാജ്യങ്ങൾക്കാണ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. 50% പകരം തീരുവ ചുമത്തപ്പെട്ട ലെസോത്തോ, സെന്റ് പിയറെ ആൻഡ് മിക്വലോൺ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുൻപിൽ. ഏഷ്യൻ രാജ്യമായ കംബോഡിയയ്ക്ക് 49% പകരം തീരുവ. ലാവോസ്, മഡഗാസ്കർ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും പട്ടികയിൽ മുന്നിൽ തന്നെയാണ്. ചൈനയ്ക്ക് 34%, പാകിസ്ഥാന് 29%മാണ് പകരം തീരുവ. അതേസമയം ഇന്ത്യക്ക് 26 പകരച്ചുങ്കവും ട്രംപ് പ്രഖ്യാപിച്ചു. പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് പിന്നാലെ കാനഡയും ചൈനയും USനെതിരെ പ്രതികാരച്ചുങ്കവും പ്രഖ്യാപിച്ചു. USൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവയാണ് ചൈന ചുമത്തിയത്. ചൈനയ്ക്കും 34% തീരുവയാണ് US പകരച്ചുങ്കം ചുമത്തിയത്. USൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് കാനഡയും 25% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. പകരച്ചുങ്കവും പ്രതികാരച്ചുങ്കവുമൊക്കെയായി വ്യാപാരയുദ്ധം ശക്തമാകുന്നതിനിടെ US പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി. വരാനിരിക്കുന്ന ദിവസങ്ങൾ എളുപ്പമാകില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതൊരു സാമ്പത്തിക വിപ്ലവമാണ്. നമ്മൾ വിജയിക്കും. കാത്തിരിക്കൂ, അത് എളുപ്പമാവില്ല. പക്ഷേ അന്തിമഫലം ചരിത്രപരമായിരിക്കുമെന്ന് തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. അതിനോടൊപ്പം തന്നെ ചൈനയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു. ചൈനയടക്കം പല രാജ്യങ്ങളും മോശമായ രീതിയിലാണ് ഇതുവരെ USനോട് പെരുമാറിയത്. ചൈനയ്ക്ക് വലിയ ആഘാതമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.